ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ വീഡിയോ എടുക്കണം എന്ന ഉദ്ദേശം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പി നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ട് തോരയിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് മേലെ വിരിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും പിന്നെ വറുത്തരച്ചിട്ടുള്ള കടലക്കറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതെ എടുക്കുന്നൊരു വീഡിയോ ആണ്. പിച്ചുവിനുള്ള പുട്ടും കടലക്കറിയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെ എഴുന്നേറ്റ് അവൾക്ക് കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഉമ്മ വന്നതിന് ശേഷം ഉമ്മയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. മുടി ചീവാനും തല താക്കാനും ഒക്കെ ഉമ്മയാണ് വേണ്ടത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉമ്മാനെ ചുറ്റി പറ്റിയിട്ടാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അതും തന്നെ ചെയ്താൽ മതി കേട്ടോ പറഞ്ഞത്. എന്നിട്ട് മുടിയൊക്കെ ചീവി കൊടുത്തു. അങ്ങനെ മുടിയൊക്കെ ചീവിയതിന് ശേഷം പിന്നെ ഞാൻ അവൾക്ക് പുട്ടും കടലക്കറി എടുത്തുകൊണ്ട് വന്നു കേട്ടോ, അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 2-3 വായ കഴിച്ചതിന് ശേഷം പിന്നെ ഇച്ചത് കഴിച്ചൊന്നുമില്ല. അപ്പോൾ ബാക്കി ഞാൻ തന്നെയാണ് കഴിച്ചത്. അതൊട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. കുട്ടികൾ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ തന്നെ ആയിരിക്കും കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പണികൾ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം രാവിലെ എടുക്കണം എന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പരിപ്പും വെള്ളരിക്ക ഇട്ടുള്ള പച്ചക്കറി, പിന്നെ ഉമ്മ നാട്ടിൽ നിന്ന് മാങ്ങച്ചാറ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സോയാബീൻ പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ പപ്പടം പൊരിച്ചത്, പിന്നെ കൊണ്ടാട്ടമുളകും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല രസമാണ് ഈ പച്ചക്കറിക്ക് കൊണ്ടാട്ടമുളക് അച്ചാർ കോമ്പിനേഷനൊക്കെ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു. പിച്ചുവിനും ഞാൻ അതിൻ്റെ മുന്നേ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ആൾക്കുന്നത് ഉള്ളിയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പ്ലേറ്റിൽ അവൾക്ക് ഇട്ട് കൊടുത്തു, ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയൊക്കെ വെച്ചു. ചായക്ക് മിച്ചറുണ്ടായിരുന്നു, പിന്നെ കായ ചിപ്സ് അതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും പിന്നെ ഷെയ്മക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്മക്ക് വന്നപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന്. ഒന്ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ആഘോഷിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ല ഉമ്മ. ഒന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയിട്ട് ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ പോയത്. നമ്മൾ മുന്നേയും പോയിട്ടുണ്ട് ഇവിടെ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ ലോഡഡ് ഫ്രൈസ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാത്ത ഉമ്മക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു അവിൽ മിൽക്ക് പറഞ്ഞു. നോർമൽ അവിൽ മിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചതിൽ വെച്ചിട്ട് നോർമലിനാണ് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയത്. മറ്റേ ഈ ടെൻഡർ കോക്കനറ്റ് മാംഗോ അതൊക്കെ വരുന്നതിലും ടേസ്റ്റ് നോർമലായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോഡഡ് ഫ്രൈസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ നോർമൽ അവിൽ മിൽക്ക് വന്നു. 3 പേര് നോർമൽ എല്ലാം കേട്ടോ പറഞ്ഞു. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മ അത് മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മ പറഞ്ഞു അന്ന് കഴിച്ചതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് ഇത് എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഇച്ചുവിന് ഇത് ഇഷ്ടമാണ്. എങ്കിലും അതിലത്തെ അവിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിങ്ങനെ തുപ്പും, എന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ തിന്നും. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഉമ്മാക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വരാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. ടൈം എടുത്താലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഉമ്മ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമാവും എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടമായാലും നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാമെന്ന് കേട്ടോ. പക്ഷെ കഴിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട് എന്ന്. നല്ല ഫ്ലേവറുള്ളതാണല്ലോ, ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. ഇച്ചുവിനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ പോയാലും ആൾ അവിൽ മിൽക്ക് അങ്ങനെ വല്ലാണ്ട് കുടിച്ചില്ലെങ്കിലും ലോഡഡ് ഫ്രൈസ് ആൾ കഴിക്കും. നല്ല ഇഷ്ടമാണ് അവൾക്ക്. ഈ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ കഴിക്കൂട്ടോ. ആൾ ചിക്കൻ്റെയും മീനിൻ്റെയും ആളാണ് ഇച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല വൃത്തിക്ക് ഗ്ലാസ്സൊക്കെ ഫുള്ളാക്കിയിട്ട് കുടിച്ചു കേട്ടോ. ഇച്ചുവിൻ്റെ എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾ കണ്ടില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. എപ്പോൾ പോയാലും മറ്റാളിത് കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ മലയാളീസിൻ്റെ ഒരു ചായക്കട ഉണ്ട്. ഷോപ്പിൻ്റെ പേരും ചായക്കട തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ഓരോ കട്ടനും പിന്നെ എന്തെങ്കിലും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കട്ടൻ ഞാനും ഉമ്മയൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം കട്ടൻ കുടിച്ചു. നമ്മളിങ്ങനെ സ്നാക്സ് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും ഉമ്മയും പറഞ്ഞത് ചിക്കൻ്റെ പോക്കറ്റ് ഷവർമല്ലേ അത്. ഇച്ചുവിന് ഒരു കട്ട്ലേറ്റ്, ഷെയ്മക്കൊരു പപ്സായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ നോർമൽ ടൈപ്പല്ല,
ഇങ്ങനെ ഒരു നമ്മൾ ചിക്കൻ റോളില്ലേ, ചിക്കൻ റോളിൻ്റെ ഒരു ടൈപ്പായിട്ടുള്ളത് കേട്ടോ. ഇച്ചു 2 വായ കട്ട്ലേറ്റ് കഴിച്ചിട്ട് തിരിച്ച് ഷെയിംകാക്ക് തന്നെ കൊടുത്തു. ഞാനും ഉമ്മയും പോക്കറ്റ് ഷവർമ്മ കഴിച്ചു. ചിക്കൻ്റെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് മുന്നേ വെജിറ്റബിളിൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. കട്ടൻ ഷെയിംകാ വാങ്ങിച്ച കട്ടനിൽ നിന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് വലിച്ചു കേട്ടോ ആ കട്ടനിൽ നിന്ന്. ഉമ്മാക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ചായക്കടികളാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേരും ചായക്കട എന്ന് തന്നെയാണ്. അങ്ങനെ ഷെയിംക്ക വന്നു, ഷെയിംക്കയും ചായയും അതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം നമുക്ക് 2-3 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് തന്നെ മലയാളീസിൻ്റെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ലോയൽ വേൾഡ് അങ്ങനെ എന്തോ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2-3 സാധനം തന്നെ, പ്രത്യേകിച്ച് അധികമൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല കേട്ടോ. ലോയൽ വേൾഡാണ്. എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അവിടെ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചുവിന് ബ്രഷും പേസ്റ്റും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ബ്രഷും പേസ്റ്റൊക്കെ വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും തേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചുവിന് ഒരു ബ്രഷും പേസ്റ്റും ഒക്കെ മേടിച്ചു. പിന്നെ ഒരു ക്രീം ഉണ്ടായിരുന്നു, അതും മേടിച്ചു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഉമ്മാൻ്റെ ഇച്ചുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെയിംക്ക അത്തറ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അത്തറ് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഉമ്മീച്ചും അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഷെയിംക്ക അത്തറൊക്കെ നോക്കി വന്നതിന് ശേഷം നമ്മളപ്പത്തിനും കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നേരെ നമ്മുടെ സ്ഥിരം മന്തി സ്പോട്ടായ മന്തി കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഇനി മന്തിയൊന്നും വേണ്ടൊക്കെ സ്ഥലമല്ല എന്നൊക്കെ. പക്ഷേ കേക്ക് മുറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല, മധുരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാകുമ്പോൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മൾ മന്തി ഓർഡർ ചെയ്ത് നമ്മൾ നോർമൽ അൽഫാം മന്തിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇച്ചുവിനും മന്തി ഇഷ്ടമാണ്. മന്തിയിലത്തെ ചിക്കനേക്കാൾ കൂടുതൽ ആൾക്ക് ഇങ്ങനെ ആ റൈസ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമൽ അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. മയോണൈസും ടൊമാറ്റോയുടെ ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളൊരു ചെറിയൊരു പെപ്സി ആണെന്ന് തോന്നുന്നുണ്ട്, അതും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ച് നേരെ നമ്മളങ്ങനെ വീട്ടിലോട്ട് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വെള്ളം എടുത്തിട്ട് വരുമ്പോൾ നമ്മളൊരു ചോക്കോബാറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ഇന്നത്തെ ഒരു ഡേ അവസാനിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ.